അഭിവന്യ ഭഗവത്തിൽ പിതാവേ, ആദരണീയരായ വികാരി ജനറൽമാരെ, ബഹുമാനപ്പെട്ട മാണിയച്ച, കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശ്വാസികളോടും വലിയ സ്നേഹവും കടപ്പാടും അഭിവന്യ ഭഗവത്തിൽ പിതാവ് പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിശ്വാസികള് ഈ സഭയ്ക്ക് എക്കാലവും മാർഗനിർദ്ദേശം തരുന്ന വലിയ നേതൃത്വം വഹിക്കുന്ന രൂപതയാണ് എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം കേരള സഭ എപ്പോഴും നോക്കുന്നത് ചങ്ങനാശ്ശേരി രൂപത എപ്രകാരം പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വലിയ പ്രതികരണത്തിന്റെ ശരിയായ സംരക്ഷണം നിങ്ങളെ ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് അന്ത്യപ്രായത്തെ കുറിച്ചുള്ള വിവാദമായിരുന്നു എന്ന് നമുക്കറിയാം. വളരെ പെട്ടെന്ന് നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് കേരള സഭയിലെന്നല്ല ആഗോള സഭയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതീകമായി പരിഗണിക്കപ്പെട്ടിരുന്നതായിരുന്നു അന്ത്യത്താഴത്തിന്റെ ചിത്രം എന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നാളിന് വരെ അപമാനിക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തേ ഈ അന്ത്യത്താഴത്തോട് ഇത്ര കണ്ട് താല്പര്യം തോന്നി തുടങ്ങിയത് എന്ന് ഞാൻ ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കുറെ വർഷങ്ങളായിട്ട് അവർ പല സ്ഥലങ്ങളിലും അന്ത്യത്താഴം ഉണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം 989 ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കായും ചേർത്ത് ഗോർബച്ചേവ് വിളമ്പിയ അന്ത്യത്താഴം കഴിച്ചതിന്റെ വിഷമം ഇതുവരെയും ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാറിപ്പോയിട്ടില്ല എന്നത് ചരിത്രം പഠിപ്പിക്കുന്ന പരമാർത്ഥമായ സത്യമല്ലേ? വേണ്ട, ബംഗാളില് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീമതി മമതാ ബാനർജി വിളമ്പിക്കൊടുത്ത അന്ത്യത്താഴം കഴിച്ചിട്ട് വായിലുണ്ടായ വിഷമം കൊണ്ട് ഇതുവരെയും കമ്മ്യൂണിസ്റ്റുകാരുടെ തല മുണ്ടിട്ട് നടക്കാൻ വയ്യാത്ത കാലമാണ്. ഇന്നിപ്പോ കേരളത്തിലേക്ക് വന്നാൽ എന്താ സംഭവം നോക്കുക. പാർട്ടി സഖാക്കന്മാർ അന്യോന്യം അന്ത്യത്താഴം വിളമ്പാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുക. കാരണം പാർട്ടിയുടെ സെക്രട്ടറി പഴയ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന് അന്ത്യത്താഴത്തിനുള്ള ഉരുള റിപ്പോർട്ട് രൂപത്തിൽ ഉരുട്ടിക്കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വായിച്ചു കേട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റുകാരൻ അന്ത്യത്താഴത്തോടുള്ള താല്പര്യം തോന്നിയത് കേവലം സഭയോടുള്ള വിരോധം കൊണ്ട് മാത്രമല്ല, അവൻ ചെല്ലുന്നിടത്തെല്ലാം അന്ത്യത്താഴം കഴിക്കാനുള്ള ഗതികേടിനെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ, ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ കഴിക്കുന്നത് അത്രയും അന്ത്യത്താഴമായിരിക്കാം. നിങ്ങൾ അന്യോന്യം വിളമ്പുന്ന ചോറുകൾ അത്രയും കൊലച്ചോറുകളായിരിക്കാം. പക്ഷേ അതിനുവേണ്ടി ഈ പരിശുദ്ധ സഭ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സത്യവിശ്വാസത്തിന്റെ പ്രതീകമായ അന്ത്യത്താഴത്തെ, അത് വിളമ്പിയ യേശുമിശിഹായെ അപമാനിക്കാൻ ഈ കേരളത്തിലെ എന്നല്ല ഈ ആഗോള ലോകത്തെ ഒരൊറ്റ സഖാവിനെയും ഒരു വിശ്വാസിക്കെങ്കിലും ജീവനുള്ള കാലത്തോളം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്രകാരം ഒരു സമ്മേളനം കൂടുന്നത് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയണം. ഇത് ആർക്കും എതിരെയുള്ളതല്ല, മറിച്ച് ഭാരതത്തിന്റെ ഭരണഘടന, ഈ നാടിലെ ഓരോ പൗരനും കൽപ്പിച്ചനുവദിച്ച സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശനമാണ് ഈ സമ്മേളനം. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ആദരിക്കാനും ആരാധിക്കാനും ആ ദൈവവിശ്വാസം അപമാനിക്കപ്പെടാതെ സംരക്ഷിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വം, വലിയ അവകാശം ഭാരതത്തിന്റെ പരമോന്നതമായ ഭരണഘടന അവകാശമായി നൽകിയിട്ടുള്ളതാ. ആ അവകാശത്തിന്റെ പ്രകടനമാണിത്. ഇതൊരു പാർട്ടിക്കും എതിരല്ല, ഒരു പാർട്ടിക്കും അനുകൂലവുമല്ല, മറിച്ച് സത്യവിശ്വാസത്തെ ഈ കേരള സഭയിലെ വിശ്വാസികള്, ചങ്ങനാശ്ശേരി നിവാസികള് നെഞ്ചോട് ചേർത്ത് തന്നെ പിടിക്കുന്നു എന്ന് ആഗോളമായി നമ്മൾ സാക്ഷി
അലക്ഷ്യപ്പെടുത്തുകയാണ് ഈ സാഹചര്യത്തിൽ എന്ന് മാത്രം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും രക്തസാക്ഷികളെ കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റുകാർ ആവേശം കൊള്ളുക. രക്തസാക്ഷികൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, കത്തോലിക്ക സഭയിലെ രക്തസാക്ഷികളുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും രക്തസാക്ഷികളുണ്ട്, അതുകൊണ്ട് നമ്മൾ തുല്യരല്ലേ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ആടിനും താടിയുണ്ട്, സന്യാസിക്കും താടിയുണ്ട്, അതുകൊണ്ട് ആട് സന്യാസിയാണ് എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാ. എന്നതാ ഈ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ? ഉപയോഗിച്ച് രക്തസാക്ഷിത്വം എന്ന പദത്തെ അങ്ങേയറ്റം വ്യഭിചരിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, വിശേഷിച്ചും ഇടതുപക്ഷമാണ് എന്നുള്ളത് സത്യമാണ്. ആരാ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തസാക്ഷികള് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവര്. കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തസാക്ഷികൾ ആരാ? വല്ലവനെയും തല്ലിക്കൊല്ലാൻ പോയിട്ട് അവര് തിരിച്ചടിച്ചപ്പോൾ ജീവൻ പോയവൻ അവരുടെ രക്തസാക്ഷിയാണ്. ക്രമസമാധാനം പാലിക്കാൻ നിയോഗിക്കപ്പെട്ട പോലീസുകാരനെ കയറി തല്ലിയപ്പോൾ അവർ തിരിച്ചു വെടിവെച്ചപ്പോൾ വീണ്ടും ഇതാ രക്തസാക്ഷികളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായി എന്ന് നമുക്കറിയാം. പോലീസ് ലാത്തി വീശി ഓടിച്ചപ്പോൾ പാലത്തെ നിന്ന് കാല് തന്നെ താഴോട്ട് വീണവനും രക്തസാക്ഷിയാണ്. ഇതാ രക്തസാക്ഷികളുടെ വലിയ നീണ്ട നിരയെ കുറിച്ച് അവകാശവാദം പറയരുത്. കണ്ടെത്തുന്ന കയ്യെത്തുന്ന ദൂരത്ത് നമ്മൾ പുന്നപ്പുറ വയലാറിനെ കണ്ടതല്ലേ? എട്ടും പൊട്ടും തിരിയാത്ത പാവങ്ങളെ വാരിക്കുന്തവും കൊടുത്ത് പോലീസിന്റെ വെടിയുണ്ടയ്ക്ക് മുമ്പിലേക്ക് ഇറക്കി വിട്ടേച്ചിട്ട് പ്രാണരക്ഷാർത്ഥം ഓടി തട്ടുംപുറത്ത് കയറിയ നേതാക്കന്മാരെ നിങ്ങൾക്ക് രക്തസാക്ഷിത്വത്തെ കുറിച്ച് പറയാൻ എവിടെയോ അവകാശമുള്ളത് എന്നാലോചിച്ചു നോക്കുക. പക്ഷേ എന്താണ് രക്തസാക്ഷിത്വം എന്ന്? ഒരു ആദർശത്തിന് വേണ്ടിയുള്ള നിലപാടാണത്. ആ ആദർശത്തിന് വേണ്ടിയുള്ള നിലപാടില് ജീവൻ കൊടുക്കേണ്ടി വന്ന അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചവരാ കത്തോലിക്ക സഭയുടെ ധീര രക്തസാക്ഷികള്. അവര് മറ്റാരുടെയും ചോര കയ്യിൽ മുക്കി മുഖത്ത് വെച്ച് രക്തസാക്ഷിത്വത്തിന്റെ ആവരണം ചാർത്തിയവരല്ല, മറിച്ച് സ്വന്തം ചോര കൊണ്ട് സത്യവിശ്വാസത്തിന് അടിവരയിട്ട ധന്യാത്മാക്കളാണ് സഭയുടെ രക്തസാക്ഷികള്. ധീര രക്തസാക്ഷിയായ സെബസ്ത്യാനോസിന്റെ പടം വയ്ക്കുമ്പോൾ അല്ലയോ സഖാക്കളെ, നിങ്ങൾ മറന്നുപോയൊരു പരമാർത്ഥമായ സത്യമുണ്ട്. കാരണം നിങ്ങളുടെ രക്തസാക്ഷികള് 7 ആറ്റിൽ കുളിച്ചാലും 100 രക്തപ്പുഴകൾ നീന്തിക്കിടന്നാലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിശുദ്ധിയുടെ 7 അയൽവക്കത്ത് വരാനുള്ള യോഗ്യത ഒരാളും നേടുകയില്ല. കാരണം രക്തസാക്ഷിത്വം ഉണ്ടോ എന്ന് ഈ ലോകം പഠിച്ചത് ശുദ്ധமான കത്തോലിക്ക സഭയെ നോക്കിയ. നിങ്ങൾ കണ്ടിട്ടില്ലേ സെബസ്ത്യാനോസ് പുണ്യവാളന്റെ നിപ്പ്? ഒരു കൈ ശിരസിന് പിന്നിൽ വെച്ച് മറുകൈ ശരീരത്തിന് പിന്നിൽ കെട്ടി എത്ര അമ്പ് വേണമെങ്കിലും എന്റെ നെഞ്ചിലേക്ക് ചെയ്തു. ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിന് ഒത്തുതീർപ്പ് കൊണ്ടുവരാൻ ഞാൻ തയ്യാറല്ല എന്ന നിർബന്ധ ബുദ്ധിയോടെയുള്ള നിലപാടാണത്, പ്രകടനമാണത്. അതിനുവേണ്ടി ജീവൻ കൊടുക്കാനുള്ള സന്നദ്ധതയാണ് രക്തസാക്ഷിത്വം. ആ രക്തസാക്ഷികളുടെ പട്ടികയിലേക്ക് ഇന്നാട്ടിലെ ഏതാനും മഹാന്മാരെ കയറ്റിവയ്ക്കുന്നത് ശരിയാണോ? മിശിഹ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അല്ല മിശിഹ യഥാർത്ഥ വിപ്ലവകാരിയാണ് എന്നാണ് ഈ മഹാന്മാര് പറയുക. എന്നെ അതിന്റെ കാരണം എന്നാലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മിശിഹായ്ക്കും താടിയുണ്ട്, കാൾ മാർക്സിനും താടിയുണ്ട്. മിശിഹായുടെ പടത്തേല് മിശിഹ ഉപയോഗിക്കുന്ന ഷാള് ചുമന്ന ഷാളാണ്. അതുകൊണ്ട് ഇവര് വിചാരിച്ചു മിശിഹ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വിചാരിച്ചു. അതിനപ്പുറത്തേക്ക് മിശിഹ തമ്പുരാന്റെ കമ്മ്യൂണിസത്തിന് എന്തടിസ്ഥാനമുള്ളത്? കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല. മിശിഹ തമ്പുരാന്റെ സുവിശേഷത്തിന്റെ ആദർശവും വർഗസമരത്തിന്റെ കൊടുംചതിയുടെ കുതികാൽവെട്ടലിന്റെ കഴുത്തറക്കലിന്റെ ഈ കമ്മ്യൂണിസ്റ്റ് ആദർശവും തമ്മില് എന്ന് ചരിത്രം പറയുന്നില്ലേ? പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചെന്തേസിമൂസാനൂസ് അഥവാ 100-ാം വർഷം എന്ന പേരിൽ ഇറക്കിയ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു, നിരീശ്വരവാദവും വർഗസമരവും പ്രഖ്യാപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ
വിശ്വാസത്തിന് ഒരിക്കലും ഒത്തുപോകാനാവില്ല എന്ന് പരിശുദ്ധ പിതാവിന്റെ ഈ വാക്കിനപ്പുറത്ത് വേറെ ആരും ക്രിസ്തീയതയ്ക്ക് വ്യാഖ്യാനം ചമയ്ക്കേണ്ട കാര്യമില്ല. നക്കാപ്പീച്ചകൾ ആനുകൂല്യമായി കിട്ടുമെന്ന് കണ്ടപ്പോൾ ഇവിടെ സഭയുടെ പേരിൽ പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൊഴലൂതുന്നവർ ഓർത്തുവെക്കുക, ഈ സഭയെ സംബന്ധിച്ച് അവസാന വാക്ക് പറയാൻ അധികാരമുള്ള പരിശുദ്ധ പിതാവിന്റെ വാക്കാണ്. നിരീശ്വരവാദവും വർഗസമരവും പ്രത്യയശാസ്ത്രമായി സ്വീകരിക്കുന്നിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി കത്തോലിക്ക സഭയ്ക്ക് ഒരു കാരണവശാലും സന്ധി ചെയ്യുക സാധ്യമല്ല എന്ന്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാം, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാം രക്ഷകനും നാഥനുമായി. കാരണം അവൻ ആകാശത്തിന്റെ കീഴില് സകല മനുഷ്യർക്കും രക്ഷയ്ക്കായി നൽകപ്പെട്ട ദൈവത്തിന്റെ പുത്രനാണ്. കമ്മ്യൂണിസത്തിനും ആത്യന്തികമായ രക്ഷ കർത്താവായ യേശുക്രിസ്തുവിൽ തന്നെ, ഒരു സംശയവും വേണ്ട. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏതെങ്കിലും നാട്ടിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവര് യേശുക്രിസ്തുവിന്റെ ഈ സുവിശേഷത്തെ വിശ്വസിക്കുക. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് എന്താ ഈ ഭാരതം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഭ എന്ന സംസ്കൃത ധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം. പ്രകാശത്തിൽ സന്തോഷിക്കുന്നവരുടെ നാട് എന്നാണ് ഭാരതം. ഭായിൽ ഭാസിൽ രതിയുള്ളവർ, സന്തോഷമുള്ളവർ, പ്രകാശത്തിൽ സന്തോഷിക്കുന്നവരാണ് ഭാരതീയര്. പ്രകാശം എന്ന് പറയുന്നത് ദൈവം തമ്പുരാന്റെ പേരാണ്. പ്രകാശം, യേശുക്രിസ്തുവും പ്രകാശ് കാരാട്ടും ഒരുപോലെയാണ് എന്നൊരു മഹാൻ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇദ്ദേഹം അടുത്ത കാലത്ത് ബൈബിൾ തുറന്നു നോക്കിയിട്ടാണ് അത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞത്. ബൈബിൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു വാചകം കാണാം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന്. യേശു ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അറിയാവുന്ന രണ്ടാമത്തെ പ്രകാശം പ്രകാശ് കാരാട്ടാണ്. അപ്പൊ പുള്ളി രണ്ടുകൂടെ കൂട്ടി വായിച്ചിട്ട് പറഞ്ഞു, യേശു പ്രകാശ് കാരാട്ടാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. നോക്കുക പ്രിയപ്പെട്ടവരെ, ഇവരുടെ വിജ്ഞാനത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ഇത്ര കണ്ട് ദയനീയമായിട്ട് സുവിശേഷം വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സങ്കടകരമെന്നല്ലാതെ എന്താ പറയുക. ഈ ഒരു മഹാൻ അർത്ഥവ്യാഖ്യാനത്തിന് വളരെ പ്രസിദ്ധനാണ്. കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം പറഞ്ഞു, ശുംഭൻ എന്ന വാക്ക് വളരെ ഭാവാത്മകമായ വാക്കാണ്. കാരണം ആ വാക്കിന്റെ അർത്ഥം പ്രകാശം പരത്തുന്നവൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രകാശ് കാരാട്ടിനെ കുറിച്ചാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. മേൽപ്പറഞ്ഞ വാചകം പ്രകാശ് കാരാട്ടിനും ബാധകമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുകയാണ്. ഏതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇവർക്ക് കത്തോലിക്ക സഭയുടെ സംരക്ഷണ പദവി കമ്മ്യൂണിസ്റ്റുകാർ ചുമ്മാ ഏറ്റെടുത്തേക്കുക. ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്നാണ് പറയുക. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങളാ. ഈ ആരായി കമ്മ്യൂണിസ്റ്റുകാര് എന്ന് ചോദിച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തിൽ നോക്കിയ 5% താഴെ മാത്രം വോട്ട് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായത്. ഏറ്റവും വലിയ ന്യൂനപക്ഷ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ബംഗാളിൽ അതുങ്ങളെ മഷിയിട്ട് നോക്കിയിട്ട് ഇപ്പൊ കാണാനില്ല എന്നാണ് പത്രവാർത്തകൾ നമ്മൾ കേൾക്കുക. പിന്നെ ശേഷിക്കുന്നത് ത്രിപുരയിലും ഇപ്പോൾ കുറച്ച് കേരളത്തിലുമാണ്. ഇവരാണ് കത്തോലിക്ക സഭയുടെ സംരക്ഷക പദവി ഏറ്റെടുക്കുക. കത്തോലിക്ക സഭ ഉണ്ടായിട്ട് 2000 കൊല്ലമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദ്യമായി തലശ്ശേരിയിൽ പാറപ്പുറത്ത് സമ്മേളനം കൂടിയത് എന്നാന്ന് ചോദിച്ചാൽ 940-കളിൽ 42-ലാണ് കൃത്യമായി പറഞ്ഞാൽ. 942-ലുണ്ടായ ഈ പ്രസ്ഥാനമാണ് 2000 കൊല്ലമായി ഇവിടെ വിശ്വാസത്തിന്റെ ദീപനിശിക അണയാതെ കാത്തു സൂക്ഷിച്ച സഭയെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ അതിലും വലിയ മണ്ടത്തരം വേറെ എന്താ പറയാനുള്ളത്? എന്റെ വല്യപ്പന്റെ കല്യാണത്തിന് ഞാനാ ഉപ്പ് വിളമ്പിയത് എന്നൊരു കൊച്ചു അവകാശവാദം പറഞ്ഞാല് അതിലും സാങ്കത്യമുള്ള അവകാശവാദമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്ന യാഥാർത്ഥ്യം, കത്തോലിക്ക സഭ ആരുടെയും സംരക്ഷണത്തിന്റെ തണലിൽ വളർന്നതല്ല. പീഡാനുഭവങ്ങളുടെ മരുഭൂമികൾ താണ്ടിയ ഈ സഭ ഇവിടം വരെ എത്തിയത് സഭയുടെ
സഭ പിന്നിട്ടത്. സഭയുടെ നാൾവഴികളിൽ പിന്നോട്ട് നടന്നാൽ നമ്മൾ കാണും സൂര്യനസ്തമിക്കാത്ത റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന സീസർ ചക്രവർത്തിമാര് കൽപ്പിച്ചു ഒരൊറ്റ ക്രിസ്ത്യാനി പോലും ഈ നാട്ടിലുണ്ടാകാൻ പാടില്ല എന്ന്. സകല ക്രിസ്ത്യാനികളെയും തെരുവോരങ്ങളിൽ വിളക്കുകാലുകളിൽ തീപ്പന്തങ്ങളെ പോലെ കത്തിനാട്ടി നിർത്തി കത്തിച്ചു എന്ന് സഭാചരിത്രകാരന്മാരും ആ കാലത്തെ റോമൻ ചരിത്രകാരനായ താസിറ്റസും എഴുതി വയ്ക്കുന്നുണ്ട്. അന്യാദൃശ്യമായ അധികാരം ലഭിച്ച സംവിധാനമാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. കടൽ വെള്ളത്തെ ചൂട്ടുകത്തിച്ച് തിളപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ വർഗസമരം ഉപേക്ഷിക്കാത്ത, ദൈവനിഷേധം പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ സംരക്ഷണം കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമില്ല. കാരണം കത്തോലിക്ക സഭയ്ക്ക് പ്രാണനേക്കാളും പ്രിയതരമായത്, അത് അഭിമന്യ ഭഗവതി പിതാവ് പറഞ്ഞത്, ഈ സഭയ്ക്ക് പ്രാണനേക്കാളും പ്രിയപ്പെട്ടത് സത്യവിശ്വാസമാണ്. ആ വിശ്വാസത്തെ വിലയായി ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം തരാം എന്ന് പറയുന്ന നിങ്ങളുടെ നടപടികളിൽ ആത്മാർത്ഥതയില്ല. നിങ്ങൾ ഞങ്ങളുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ അത് തിരിച്ചറിയാൻ സോളമന്റെ ബുദ്ധിയൊന്നും വേണ്ട. നിങ്ങളുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയാൻ മേലാത്ത വിധം ഈ സഭാ നേതാക്കന്മാരുടെ എല്ലാം തലയിൽ പിണ്ണാക്കാണുള്ളത് എന്ന് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് തിരുത്താനുള്ള സമയം അതിക്രമിച്ചു എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയാ നാം ഈ പാറേപ്പള്ളിയില് പരിശുദ്ധ ദൈവമാതാവിന്റെ അങ്കണത്തില് സത്യവിശ്വാസം പ്രഘോഷിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുക. വീണ്ടും കമ്മ്യൂണിസ്റ്റുകാർ ഈയിടെ പറഞ്ഞതാണ്, ഇന്നലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞതാണ്, ബ്രസീലിൽ നോക്കിക്കേ, ലാറ്റിൻ അമേരിക്ക നോക്കിക്കേ, അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ലയോ, അവിടെ മുഴുവൻ കത്തോലിക്കരാ, എന്നിട്ട് അവിടെ മുഴുവൻ ചില പ്രത്യയ ശാസ്ത്രങ്ങളുടെ സ്വാധീനം ലാറ്റിൻ അമേരിക്കൻ സഭകളിൽ ഉണ്ട്. അത് വിമോചന ദൈവശാസ്ത്രത്തിന്റെ സ്വാധീനപരമായി സംഭവിച്ചതാ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, സ്റ്റാലിന്റെ, ക്രൂഷ്ചേവിന്റെ, ലെനിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ലാറ്റിൻ അമേരിക്കയിൽ ചെന്നാല് ചാണകത്തി മുക്കിയ ചൂലുമായിട്ടായിരിക്കും അവരെ നേരിടാൻ പോവുക. കാരണം ഇവിടെ ഈ പറയുന്ന കമ്മ്യൂണിസം, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ ലാറ്റിൻ അമേരിക്ക കേട്ടുകേൾവിയില്ലാത്തതാണ്. കാരണം അവിടുത്തെ 98% വരുന്ന കത്തോലിക്ക വിഭാഗം സത്യവിശ്വാസികളാണ്. അവർ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ അവര് വിപരീതമായ അഭിപ്രായങ്ങള്, ഭരണകർത്താക്കളുടെ നിലപാടുകൾക്ക് അനുകൂലമായോ എതിരായോ സാക്ഷ്യപ്പെടുത്തിയെന്നിരിക്കും. പക്ഷെ അതിന്റെ അർത്ഥം ലാറ്റിൻ അമേരിക്ക മുഴുവനും ചെങ്കൊടി പുതപ്പിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രത്തോടൊന്നെങ്കിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ച് നിങ്ങളുടെ പതിവ് സ്വഭാവം അനുസരിച്ചുള്ള അവിവേകവും അജ്ഞതയുമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക.